ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് DO, ലാബ് ടെക്നീഷ്യൻ, MTS, ടെക്നോളജിസ്റ്റ്, റേഡിയോഗ്രാഫർ എന്നീ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ്, ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, ജോലിസ്ഥലം ഹരിയാന, സംഘടനയുടെ പേര് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ്, പോസ്റ്റിൻ്റെ പേര് DO, ലാബ് ടെക്നീഷ്യൻ, MTH, ടെക്നോളജിസ്റ്റ്, റേഡിയോഗ്രാഫർ. ഒഴിവുകളുടെ എണ്ണം 34. നെക്സ്റ്റ്, വിദ്യാഭ്യാസ യോഗ്യത 12, ബാച്ചിലർ ഡിഗ്രി 10, BSc. ഔദ്യോഗിക വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ മോഡിലാണ് അപേക്ഷിക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് വാക്കൻസി ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. DO പോസ്റ്റിന് 7 വാക്കൻസിയാണ് ഉള്ളത്. ലാബ് ടെക്നീഷ്യൻ 7 തസ്തികകൾ, MTS 6 പോസ്റ്റുകൾ, ടെക്നോളജിസ്റ്റ് OT 5 പോസ്റ്റുകളാണ്, റേഡിയോഗ്രാഫർ 7 പോസ്റ്റുകളാണ്. ഇങ്ങനെ 34 പോസ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. DO പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ കുറഞ്ഞത് +2 ക്ലാസ് പാസ്സാവണം. നെക്സ്റ്റ്, ലാബ് ടെക്നീഷ്യൻ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജിസ്റ്റുകൾ, മെഡിക്കൽ ലാബോറട്ടറി സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി എന്നിവയിൽ ബാച്ചിലേഴ്സ് ബിരുദം, ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പരിചയമുള്ള അംഗീകൃത സർവകലാശാല സ്ഥാപനം. MTS അംഗീകൃത ബോർഡ് സ്ഥാപനത്തിൽ നിന്ന് മെട്രിക്കുലേഷൻ പാസ്സാവണം. ടെക്നോളജിസ്റ്റ് BSc അനസ്തേഷ്യ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ BSc ടെക്നോളജി, BSc അനസ്തേഷ്യ ടെക്നോളജി അംഗീകൃത യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. റേഡിയോഗ്രാഫർ BSc ഓണേഴ്സ് റേഡിയോഗ്രാഫിയിൽ അല്ലെങ്കിൽ BSc റേഡിയോഗ്രാഫിയിൽ അംഗീകൃത സർവകലാശാല സ്ഥാപനത്തിൽ നിന്ന്. ശമ്പള വിശദാംശങ്ങൾ. ഈ പോസ്റ്റിലേക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന സാലറി ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. DO പോസ്റ്റിന് ലഭിക്കുന്ന സാലറി 22,516 രൂപ പ്രതിമാസം ലഭിക്കുന്നതാണ്. ലാബ് ടെക്നീഷ്യൻ സാലറി 24,440 പ്രതിമാസം ലഭിക്കും. MTS 18,486 രൂപ പ്രതിമാസം. ടെക്നോളജിസ്റ്റ് 22,516 പ്രതിമാസം. റേഡിയോഗ്രാഫർ 40,710 രൂപ പ്രതിമാസം. റേഡിയോഗ്രാഫറിനാണ് ഇതിൽ കൂടുതലായിട്ട് സാലറി ലഭിക്കുന്നത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. DO പോസ്റ്റിലേക്ക് ചട്ടപ്രകാരമാണ് പറയുന്നത്. ലാബ് ടെക്നീഷ്യൻ ചട്ടങ്ങൾ പ്രകാരം, MTS നിയമങ്ങളനുസരിച്ച്, ടെക്നോളജിസ്റ്റ് നിയമങ്ങൾ പ്രകാരം. ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ജനറൽ OBC എക്സ് സർവീസ് മാൻ വനിതാ ഫീസ് 590 രൂപയാണ്. SC ST EWS PH കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 295 രൂപയാണ് അപേക്ഷാ ഫീസ്. പേയ്മെൻറ്റ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് ഡ്രാഫ്റ്റ് ആണ്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നത് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. ഓക്കെ. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് പറയുന്നത്. താൽപ്പര്യമുള്ളവരും യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യതയുടെയും അനുഭവ സാക്ഷ്യത്തിൻ്റെയും പകർപ്പുകൾ സഹിതം ഒരു മുദ്ര വെച്ച കവറിൽ നിശ്ചിത മാതൃകയിൽ സ്പീഡ് പോസ്റ്റിലൂടെ അറ്റാച്ച് ചെയ്ത് മിസ്റ്റർ സുശീൽ KR, ആര്യ പ്രൊജക്ട് മാനേജർ, HR, ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ്. പ്രധാനപ്പെട്ട തീയതികൾ. വിജ്ഞാപന തീയതി 12 ഓഗസ്റ്റ് 2024. അപേക്ഷയുടെ അവസാന തീയതി 27 ഓഗസ്റ്റ് 2024. ഈ ഡേറ്റിന് മുമ്പായി നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. താല്പര്യവും യോഗ്യതയും ഉള്ളവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്